TV തുറന്നു കഴിഞ്ഞാലും ഫോൺ തുറന്നു കഴിഞ്ഞാലും സ്റ്റാറ്റസിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും കർഷക സമരങ്ങൾ എന്നാണ്. ശരിക്കും ഇതൊക്കെ വല്ല കാര്യം ഉണ്ടാവുമോ? ഈ സമരം ചെയ്യുന്നതിനെ അടിച്ചൊതുക്കുക, ഇതാണല്ലോ നമ്മുടെ ഭരണകൂടത്തിൻ്റെ പ്രത്യേകത. ഭരണകൂടങ്ങൾക്ക് നേരെയുള്ള എല്ലാ സമരങ്ങൾ പോലെ ഇതും അടിച്ചമർത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ അത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഒരു സമരങ്ങൾക്കും മുഖവില കൊടുക്കാത്ത ഈ ഒരു ഭരണകൂടത്തിന് മുട്ടുമടക്കിയ ഒരു സമരം തന്നെയായിരുന്നു കർഷകർ കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവർ പല ഭാഗങ്ങളിൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഈ ഒരു കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുമെന്ന് പറഞ്ഞ സമയത്ത് അവിടെ ബാരിക്കേഡുകളൊക്കെ വെച്ചുകൊണ്ട് ഇവരെ തടയാൻ നിന്ന ഈ ഒരു ഭരണകൂടം അവസാനം ബാരിക്കേഡ് തുറന്ന് ഇവർക്ക് സമരം ചെയ്യാൻ അനുമതി കൊടുക്കുകയാണ് ഉണ്ടായത്. ആ കാര്യത്തിലേക്ക് പോയി ഈ കർഷകരോട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറ് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവരുടെ വിജയം തന്നെയാണ്. ഇത് അങ്ങനെ വെറുതെ പോകുന്ന ഒരു കർഷക സമരമായിട്ട് കാണേണ്ടതില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വേറൊന്നുമല്ല, ശരിക്കും ഈ ഒരു വല്ലാത്ത സിറ്റുവേഷനിലും എന്തിനാണ് ഇവർ ഇത്ര കഷ്ടപ്പെട്ടിട്ട് സമരം ചെയ്യുന്നത്? ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള പല സമരങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ അവകാശത്തിൻ്റെ പ്രശ്നമാണ്. അത്തരത്തിൽ ഇവരുടെ നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ അവകാശത്തിൻ്റെ ഒരു പ്രശ്നത്തിന് വേണ്ടി തന്നെയാണ് കർഷകർ കഴിഞ്ഞ ദിവസം തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ ഒരു വിഷയം പറയാൻ വെച്ചാൽ മുമ്പ് പാസ്സാക്കിയിട്ടുള്ള കർഷക ബില്ല് നടപ്പിലാക്കുന്നതിന് എതിരായിട്ട് അല്ലെങ്കിൽ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കർഷകർ സമരം ചെയ്യുന്നത്. നമുക്കറിയാം ഈ ഒരു കർഷക ബില്ല് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിലിപ്പോൾ ശരിക്കും എന്തെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ? അത് പൊളിറ്റിക്കൽ പാർട്ടി കുത്തിക്കയറ്റുന്ന അല്ലെങ്കിൽ ഈ ഒരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുന്ന ഒരു ഏർപ്പാടായിട്ട് തോന്നിക്കൂടത്? ഈ ഒരു ബില്ല് വന്ന സമയത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കാണാൻ ഇടയുണ്ടായി. അതിനൊക്കെ ഒരു നിദാനം എന്ന് പറയുന്നത് കർഷകർ തന്നെ രംഗത്ത് വന്നു എന്നുള്ളതാണ്. എന്തിനധികം NDAയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ശിരോമണി അകാലിദൾ എന്ന് പറയുന്ന പാർട്ടിയുടെ മന്ത്രിയായ ഹർസിമ്രത് കൗർ അവരുടെ സ്ഥാനം രാജിവെച്ച് പോകുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടിരുന്നു. ഇതെല്ലാം കർഷകർ ഇവിടെ ഉണ്ടാക്കിയ സമരങ്ങളും മറ്റുമൊക്കെ കൊണ്ടാണ്. ഇപ്പോൾ പഞ്ചാബിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി അദ്ദേഹം ഈ ഒരു സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. മറുപക്ഷത്ത് മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പിന്തുണകൾ നൽകുന്നില്ല. അപ്പോൾ ഇതൊന്നും വകവെക്കാതെ രാഷ്ട്രീയപരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ അവരുടെ അവകാശത്തിന് വേണ്ടി അവർ പോരടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്തായാലും തീർച്ചയായിട്ടും വിജയം കാണുന്നുണ്ട്. അവർ ഒതുങ്ങിയിരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നം വരികയാണെന്ന് വെച്ചാൽ കർഷകർ നോർത്തിൽ മാത്രമല്ലല്ലോ, നമ്മുടെ സൗത്തിലും ഉണ്ടല്ലോ. കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഇവിടൊക്കെ ഉണ്ടല്ലോ. ഇവിടങ്ങളിലുള്ള ആൾക്കാരൊന്നും വരാത്തത് എന്താ? അവിടെ ഉള്ളവർക്ക് എന്ത് ഇത് ബാധിക്കൂലേ? അവർ ഇന്ത്യയിലല്ലേ? എന്തുകൊണ്ട് സൗത്തിൽ നിന്നുള്ള കർഷകർ ഇങ്ങോട്ട് വരുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളിൽ ഒരു പക്ഷേ മലയാളികളായിരിക്കും മുന്നോട്ട് വരിക എന്നൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കർഷക ബില്ലിനെ പറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കർഷക ബില്ലിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന മണ്ടികൾ എടുത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ മണ്ടികൾ എന്ന് പറയുന്നത് സിസ്റ്റം സൗത്തിൽ കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അത് കാണാൻ സാധിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. അവിടങ്ങളിലുള്ള കർഷകർക്കാണ് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിചയമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിസ്റ്റം എടുത്ത് ഒഴിവാക്കുമ്പോൾ അല്ലെങ്കിൽ ഇടനിലക്കാർ വഴിയുള്ള ലോണുകൾ ഇല്ലാതാവുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അത്തരം കർഷകരെയാണ് ബാധിക്കുന്നത്, അവരുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പ്രാഥമികമായിട്ട് നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ വരുന്നത്. ഇതിൽ തന്നെ നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് കർഷകർ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. അവർ തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷകർ എന്ന് പറഞ്ഞ് സംഘത്തോടെ പോകുന്നതല്ലാതെ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവർ ഇപ്പോൾ ഈ ദില്ലി ചലോ എന്ന് പറയുന്ന ഈ ഒരു സമരത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ദില്ലി പോയിട്ടുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ നല്ല ചോദ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് ആ ഒരു സമരത്തിൻ്റെ ഭാഗമാകാം. അത് പോസിബിളി ചിലപ്പം നടക്കുന്നില്ല എന്ന് വരും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളും
അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, ഏറ്റവും ചുരുങ്ങിയത് ചെയ്യുക, ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അത് കേവലം സ്റ്റാറ്റസുകളിൽ ഒതുങ്ങി പോവാതെ അതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ സത്യസന്ധമായ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം അറിയിക്കുക. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മിണ്ടാതെ ഇരിക്കുകയല്ല വേണ്ടത്, ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, ഈ ഒരു കാട്ടുനീതിക്കെതിരെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. നിങ്ങളുടെ ഈ ഒരു വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ തൽക്കാലത്തേക്ക് വിരാകുന്നു. ഇറ്റ്സ് മീ ജലീൽ ചൊലയിൽ. ബൈ. നാം കണ്ടതിന്നേതോ കൺകെട്ടുമാവാം എന്തായിരുന്ന